എല്ലാവർക്കും നമസ്കാരം. ബിസിനസ് മാസ്റ്ററി ഹബിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെയിൽസ് ചെയ്യുന്ന ഒരാളാണോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സെയിൽസുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളത് മാത്രമാണ്. മറ്റുള്ളവരിൽ ഇവിടെ സമയം കളയണമെന്നില്ല. ഇത് പൂർണ്ണമായും ചില രഹസ്യങ്ങൾ നിങ്ങളോട് പറയാനുള്ളതാണ്. നിങ്ങളെല്ലാം ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നാണ് ഞാൻ പറയുക. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എല്ലാം ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതെന്താണ് എന്ന് താഴെ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാനലുമായിട്ട് എന്നും ബന്ധം പുലർത്തിക്കൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റു വലിയ മാറ്റത്തിന് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ദിനേശ് മുങ്ങത്ത്. ഞാൻ UAE നിന്നുള്ള ഒരു എന്റർപ്രണറാണ്, ഓത്തറാണ്, അതുപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കറാണ്, ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്, അതുപോലെ തന്നെ ബിസിനസ് മെന്ററാണ്. എൻ്റെ 6ഓളം പുസ്തകങ്ങൾ എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്ന ഒരു പുസ്തകവും എന്നെപ്പോലെ നോ യുവർ ബിസിനസ് എന്ന് വരാൻ പോകുന്ന പുസ്തകവും. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം, നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ ഒരു സെയിലിന്റെ മറ്റൊരു സ്ട്രാറ്റജി ആയതുകൊണ്ടാണ് ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിനെ പറ്റി പറയുന്നത്. ഒരു സെയിൽസ് സ്ട്രാറ്റജിയാണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള സെയിൽസ് സ്ട്രാറ്റജി. ഒറിജിനൽ സെയിൽസ് കോൺസെപ്റ്റ് തന്നെയാണെങ്കിലും അതിന്റെ സിസ്റ്റം കുറച്ച് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ഉപയോഗിക്കുന്നത്. ഞാൻ പറയുന്നത് ജനറൽ ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സെയിൽസ് പ്രോസസ് ആണെങ്കിലും ഇവിടുത്തെ മെത്തേഡ് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ സമീപിക്കേണ്ടതുള്ളതുകൊണ്ട് നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ഇറ്റ് യെസ് ഐ ആം, യെസ് ഐ ആം, യെസ് ഐ ആം എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതിൽ ചെയ്യുന്ന ഒരാളാണെന്ന് നാളെ കമന്റ് നോക്കുന്നത് എനിക്ക് മനസ്സിലാവും. അപ്പോൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഇവിടെ ഞാൻ ചർച്ചാ വിഷയമാക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും എന്നതാണ് പറയാനുള്ളത്. കാരണം അതാണ് എനിക്ക് കൂടുതൽ അറിയാമല്ലോ. നമ്മളെ ഒരു കാര്യം ചെയ്യുമ്പോൾ കൂടുതൽ അക്സെപ്റ്റൻസ്, വ്യൂസ്, അതുമായിട്ട് എൻഗേജ്മെന്റ് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ അതുമായിട്ട് സംസാരിക്കാൻ പ്രചോദനം ഉണ്ടാവുകയുള്ളൂ എന്ന സത്യം ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെ കിടക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ കോടീശ്വരന്മാരായ അവരുടെ അവസ്ഥകളെ പറ്റിയിട്ടാണ്. നിങ്ങൾക്കും ഇതാവണം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കും കോടീശ്വരനായി മാറാം എന്നുള്ളതാണ് തത്വം. വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്, 2-3 സ്റ്റെപ്പുകളിലൂടെ അത് ഒതുക്കാൻ ശ്രമിക്കാം. വളരെ ലളിതമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അത് അവർ പ്രാവർത്തികമാക്കി കാണിച്ചപ്പോൾ അവർ കോടീശ്വരന്മാരായി. നിങ്ങൾ ഇതറിഞ്ഞ് പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്കും കോടീശ്വരനാവാൻ സാധിക്കും. കോടീശ്വരൻ എന്ന് പറയുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിലൂടെ സെയിൽസ് കൂടുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരു സെയിൽസ് ബിസിനസിന്റെയും ഇത് ഫണ്ടമെന്റലായിട്ട് നിങ്ങൾക്ക് എല്ലാ സെയിൽസിനും ഉപയോഗിക്കാവുന്ന തത്വം തന്നെയാണ്. അത് കൂടുതൽ ലളിതമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് ആമുഖത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. വീണ്ടും വൺസ് അഗൈൻ ഐ ആം ആസ്കിങ് ദ സെയിം തിങ്. നിങ്ങളൊരു നെറ്റ്വർക്ക് പ്രൊഫഷണൽ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണോ, നിങ്ങളുടെ ബിസിനസിന്റെ അടുത്ത തലത്തിലേക്ക് ഉയർത്താൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെയിൽസ്, അത് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ആൾക്കാർ കോടീശ്വരന്മാരായി മാറിയത് എന്നുള്ളതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിലുള്ള ഉൽപ്പന്നം എത്ര മികച്ചതാണെങ്കിലും നിങ്ങൾ അത് മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ആകർഷകമായ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ വളർച്ച കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള തത്വം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്ന് പഠിക്കണം. എങ്ങനെയാണ് നിങ്ങളുടെ മുന്നേ നടന്നുപോയ ഈ ബിസിനസ്സിൽ സക്സസ് ആയ ആൾക്കാർ ഇത് പ്രാവർത്തികമാക്കിയത് എന്ന് മനസ്സിലാകുമ്പോൾ അതുപോലെ നമുക്കും ചെയ്താൽ മതി. അവിടെ ഉണ്ടായിരിക്കേണ്ട ഒരേ ഒരു സാധനത്തിന്റെ പേരാണ്, ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, നിങ്ങളിൽ മാറ്റപ്പെടേണ്ട ഒരു സാധനത്തിന്റെ പേര് മാത്രം താഴെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. അതിന്റെ മാറ്റത്തിലൂടെയാണ് അവരെല്ലാം ഇത് നേടിയത്. നിങ്ങൾ അത് മാറ്റിയാൽ നിങ്ങൾക്കും അത് സാധ്യമാകും. അത് നിങ്ങൾ കമന്റ് ചെയ്യുക താഴെ. ഞാനായിട്ട് അത് ഇപ്പോൾ പറയുന്നില്ല. അപ്പൊ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൂടെ
എങ്ങനെയാണ് മറ്റുള്ളവർ ഇതുപോലെ കോടീശ്വരന്മാരായത് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്കും അത് പ്രാവർത്തികമാവും. ഒന്നാമത്തെ ഞാൻ ക്വിക്കായിട്ട് പോയിന്റ് വലിയ പോവാം, കൂടുതൽ സമയം എടുക്കുന്നില്ല, അത് വളരെ ഷോർട്ടായി തന്നെ പറയാനാണ് എനിക്ക് ആഗ്രഹം. ഒന്നാമതായി ചെയ്തത്, കോടീശ്വരന്മാരായി ആൾക്കാരെല്ലാവരെയും കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ദേ ഓൾവേസ് ഫീൽ ഗുഡ് ഫസ്റ്റ് എന്ന് പറയും. അവരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആകർഷകത്വം ഉണ്ടാകുന്നു. ഇത് ഓർക്കുക, അത്തരം ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ആകർഷകത്വം അവരിൽ തോന്നുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ ടൈപ്പ് ചെയ്തോളൂ. യെസ് ഓർ നോ ഉണ്ടല്ലോ. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ എന്തായി മാറാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിലാണ് കാര്യമിരിക്കുന്നത്. നിങ്ങൾ ഓരോ ദിവസവും ഒരു പോസിറ്റീവ് വ്യക്തിയോട് കൂടിയാണ് തുടങ്ങുന്നതെങ്കിൽ അന്നത്തെ ദിവസം സുന്ദരമായിരിക്കും. നിങ്ങൾ ഇത്തരം ആൾക്കാരൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക, എപ്പോ നോക്കിയാലും അവർ പ്ലസന്റ് മൂഡിലായിരിക്കും. അവരെപ്പോഴും സംസാരിക്കുന്ന സംസാരവും അവരെപ്പോഴും പെരുമാറുന്ന പെരുമാറ്റവും ഒക്കെ ആരിലും ഒരു നിമിഷം അവരിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയായിരുന്നു? അവരെല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവർക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾക്കായി ഒരു നിമിഷം നന്ദി പറഞ്ഞിട്ട് മാത്രമേ പോകാറുള്ളൂ എന്നത്. അത് മനസ്സിലായിരിക്കും, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അഫർമേഷൻ എഴുതിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതിയിട്ടായിരിക്കും. എനിത്തിങ് ദേ ഡു ഇറ്റ്, ബട്ട് ദേ ഓൾവേസ് സേ ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവരെത്ര പ്രാവശ്യം നിങ്ങളോട് തന്നെ താങ്ക് യു പറഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ. യെസ് താങ്ക് യു കേട്ടോ, നിങ്ങൾ ചെയ്തോ, ഓ ശരി താങ്ക് യു കേട്ടോ എന്ന് പറഞ്ഞവരെ ചിലപ്പോൾ അവർ നിങ്ങൾ മാസം 5000 രൂപ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന നിങ്ങളുടെ മാനേജർ സംസാരിക്കുമ്പോൾ മാസം 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപ അയാൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അയാൾ നിങ്ങളോട് താങ്ക് യു പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇനി മുതൽ ഒന്ന് ശ്രദ്ധിക്കണം, അയാൾ അത് പറയുന്നുണ്ടാവും എന്നുള്ളത്. അപ്പൊ നിങ്ങളും അത് നോക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ച നല്ല കാര്യങ്ങൾക്കും ലഭിക്കാനുള്ള നല്ല കാര്യങ്ങൾക്കും ലഭിക്കാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്കൊക്കെ നന്ദി പറയാൻ പഠിക്കുക എന്നുള്ളത്. അതായത് എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഓർമ്മയുള്ളൂ, ഫീൽ ഗുഡ് ഫസ്റ്റ്. നിങ്ങൾ ഫസ്റ്റ് തന്നെ അതായി തീരേണ്ട അവസ്ഥയാണ്. രണ്ടാമതായി, നിങ്ങൾ എല്ലാ ദിവസവും കണ്ണടച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതായി സങ്കല്പിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അത് തുടങ്ങണം. അവരോട് ചോദിച്ചാൽ നിങ്ങൾ അടുത്ത വർഷം എവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു നെറ്റ്വർക്ക് മറ്റൊരു ടൂറോ വല്ല പ്ലാൻ ചെയ്ത്, എന്താ നിങ്ങളുടെ എന്താ പറയാ, ഈ ഓഫറുകൾ ഉണ്ടാവില്ലേ, വേൾഡ് ടൂർ, മലേഷ്യൻ ടൂർ, മുംബൈ ടൂർ എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ടൂർ അനൗൺസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാനേജറോട് ചോദിച്ചു നോക്കുക, സാറേ നിങ്ങൾ സെപ്റ്റംബർ 13 എവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ പുള്ളി ഒന്നുമില്ല, കണ്ണടച്ച് പറയും ഞാൻ മുംബൈ ടൂറിലായിരിക്കും കേട്ടോ എന്ന് കണ്ണടച്ചങ്ങ് പറഞ്ഞാളേയും. പിന്നെ ഒരു മിനിറ്റ് ആലോചിക്കാൻ പോലും അവർ നിൽക്കത്തില്ല. അതായത് അവരെന്നും വിഷ്വലൈസ് ചെയ്ത് ആ സാധനത്തെ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ടാവും. ഓരോ നിമിഷം അവിടെ എന്തൊക്കെ ചെയ്യുന്ന വെച്ചാൽ അതൊക്കെ മുഴുവൻ പുള്ളി അങ്ങ് പറയും. നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ടൈപ്പ് ചെയ്തോ, ഇല്ല സാർ ഇങ്ങനെയൊന്നും ഞങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണേ, ഇതിങ്ങനെയാണ് ഇതിന്റെ തത്വം വർക്ക് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ മാനേജർ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് എന്നോട് പറയണേ, ഇല്ലെങ്കിൽ ഇത് പറഞ്ഞുകൊണ്ട് ശരിയാണ് സാർ, ഇത് കറക്റ്റ് ആണെന്നും കമന്റ് ചെയ്യും എന്തായാലും. അപ്പോ നിങ്ങൾ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങനെ സ്വയം പറയുക, ഞാൻ എളുപ്പത്തിൽ നല്ല ആളുകളെ എൻ്റെ ടീമിലേക്ക് ആകർഷിക്കുന്നു, ഞാൻ വിജയത്തിനും വളർച്ചയ്ക്കും അനുയോജ്യനായ ഒരാളാണെന്ന് സ്ഥാപിച്ചെടുക്കണം. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ നോക്കിയാലും നിങ്ങളുടെ കരുത്ത്, എനിക്ക് എളുപ്പത്തിൽ ആൾക്കാർ എൻ്റെ ടീമിലേക്ക് വരുന്നു, ഞാൻ അതിനെ ആകർഷിച്ചെടുക്കുന്നു, ആ വിജയം മാത്രമാണ്, വിളിച്ചയും വളർച്ചയും മാത്രമാണ് എന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം സ്ഥാപിക്കണം. നിങ്ങൾ ഏത് സമയത്ത് ഏത് ഉറക്കത്തെ വിളിച്ചു ചോദിച്ചാലും ഐ എം എ വിന്നർ എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ ഉണ്ടാവണം എന്നാണ് ഒന്നാമത്തെ പറയുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചിന്തകളെയും വൈബ്രേഷനുകളെയും പോസിറ്റീവായി നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ തത്വത്തിന്റെ അടിസ്ഥാനം. അപ്പോ ഇവിടെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു പോകാം. നിങ്ങൾ ഓരോ ദിവസവും പോസിറ്റീവ് എനർജി നിലനിർത്താൻ എന്താണ് ചെയ്യുന്നത് എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. രണ്ടാമത്തെ പോയിന്റ്, റിലേഷൻഷിപ്പ് ഈസ് ദ കീ ഫോർ യുവർ സക്സസ് എന്നറിയുക. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എന്നത് ആളുകളുടെ ഒരു ബിസിനസ് ആണ്. ആദ്യം തന്നെ നിങ്ങൾ സ്വന്തം ടീമിൽ ജോയിൻ ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ പലരെയും സമീപിക്കുന്നത് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ചെയ്യലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളുടെ മാനേജറെ, നിങ്ങൾ ഈ സക്സസ് ആയ ആളെ ഒന്ന് ആലോചിച്ചൊക്കെ, അവർ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ?
ഇല്ല എന്ന് ഉത്തരമായിരിക്കും നിങ്ങൾ പറയുക. അവർ പതുക്കെ 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 നിങ്ങളോട് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി, നിങ്ങൾ ഓരോ കാര്യങ്ങളും, നിങ്ങളിപ്പോൾ നല്ല ജോലിയാണോ ചെയ്യുന്നത്, അതിൽ നിങ്ങൾ സന്തോഷവാനാണോ, നിങ്ങൾക്ക് ഒരു സൈഡ് ഇൻകം കൊണ്ട് ഉണ്ടായാൽ എന്ത് സംഭവം, എങ്ങനെയായിരിക്കും, കണ്ടോ ഇവർ ഇന്നിങ്ങനെയാണ് ചെയ്തത്, അവരിങ്ങനെയാണ് ചെയ്തതൊക്കെ പതുക്കെ മനസ്സിലാവുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള തിരക്കും കൂടാതെ വളരെ 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 സ്ലോലി സോഫ്റ്റ് ആയിട്ട് നിരന്തരമായ ഫോളോ അപ്പിലൂടെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളിൽ അത് പതിപ്പിച്ചെടുത്തിട്ടല്ലേ നിങ്ങൾ ഇതിലേക്ക് ജോയിൻ ചെയ്തത്? ആണല്ലേ? അപ്പോ അതേ തത്വം നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? നിങ്ങൾ ഒരാളെ കാണുമ്പോൾ ആദ്യം എന്താ ചോദിക്കുന്നത്? എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ, നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല കാശ് ഉണ്ടാക്കാൻ പറ്റും എന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? ഇത് തികച്ചും തെറ്റാണ്. അങ്ങനെ ചെയ്യരുത്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മോൾഡ് ചെയ്ത് സ്ലോലി 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 ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ടാണ് അവരെ കണ്ട് അവരെപ്പ നോക്കിയാലും ഒരാളെ കാണുമ്പോൾ അവര് അസുഖമാണ്, എന്ത് വിശേഷങ്ങൾ, ഇതൊക്കെയല്ലേ വിശേഷങ്ങൾ, ഒന്ന് നമ്മുടെ ജോലിയെ പറ്റി ഒരു കാര്യവും പറയില്ല. കുറേ പരിചയപ്പെട്ടതിന് ശേഷമാണ് പറയുക. ഇത് ഒരു റിലേഷൻഷിപ്പിന് ഏറ്റവും ഫണ്ടമെന്റൽ ആണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇപ്പോഴും ആ മാനേജറുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡറിന്റെ കൂടെ നിങ്ങൾ നിൽക്കുന്നത്? നമ്മുടെ ക്ലാസ്സിൽ വരുന്ന ഒരുപാട് എക്സ്പീരിയൻസ് എക്സാമ്പിൾ എനിക്ക് പറയാനുണ്ടാവും. ഇതുപോലത്തെ ഒരുപാട് ആൾക്കാർ ഞാൻ നിത്യവും നമ്മുടെ ക്ലാസ്സിൽ കാണുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അവർക്കെല്ലാം റിയലി ഐ എം അപ്രീഷിയേറ്റിംഗ് ഫോർ ദാറ്റ്. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന കൃത്യമായ ഒരു ഐഡിയ കൃത്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ കോടീശ്വരന്മാരായ ഒരു ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനമായ രണ്ടാമത്തെ കാര്യമാണ് അവർ റിലേഷൻഷിപ്പിനെ വളർത്തിക്കൊണ്ടേയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കണം, ഇന്ന് ലോകത്ത് നമ്മൾ നിലനിൽക്കുന്നു എന്ന് അറിയുന്ന മാധ്യമം ഏതാണ്? ഞാനും നിങ്ങളും തമ്മിൽ സംസാരിച്ചിരിക്കുന്ന മാധ്യമം ഏതാണ്? അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന എന്നെ നിങ്ങൾ അറിയില്ല, നിങ്ങൾ എവിടെ ഇരിക്കുന്നത് എനിക്കും അറിയില്ല. നമ്മൾ പരസ്പരം അറിയുന്നത് ഒരേ ഒരു മാധ്യമത്തിലൂടെയാണ്, ഓൺലൈൻ മീഡിയ എന്ന് പറയുന്ന ഒറ്റ സംഭവത്തിൽ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ എനർജി ബ്രോഡ്കാസ്റ്റിംഗ് ചെയ്യുന്നുണ്ടോ? വേർഡ് ശരിക്കും നിൽക്കുക, ഓൺലൈൻ എനർജി ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിലൂടെ നിങ്ങളുടെ എനർജിയെ നിങ്ങൾ മറ്റുള്ളവരിൽ എത്തിക്കുന്നുണ്ടോ? നമ്മുടെ സോഷ്യൽ മീഡിയ സ്വാധീനം നമ്മുടെ വൈബ്രേഷനിൽ പ്രതിഫലിക്കണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങളോട് ഇവിടെ ഈ സമയത്ത് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒന്ന് എന്നിൽ നിന്ന് കിട്ടുന്നില്ലേ? ഞാൻ പറയുന്ന വാക്കുകൾ മാത്രമാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? അതിനപ്പുറത്ത് എന്തോ ഒരു വൈബ്രേഷൻ നമ്മൾ തമ്മിൽ സംഭവിക്കുന്നില്ലേ? നിങ്ങൾക്ക് എന്നത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇവിടുന്ന് നിങ്ങൾക്ക് നൽകുന്ന ആ ഏതൊരു പോസിറ്റീവായ വൈബ്രേഷനാണ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും എൻ്റെ വീഡിയോ കാണാനും കേൾക്കണം എന്ന് തോന്നാനുള്ള കാരണം എന്താണ്? ഞാൻ സത്യസന്ധമായി സുതാര്യമായി അർത്ഥവത്തായി നിങ്ങൾക്ക് നൽകുന്ന, എന്നിൽ നിന്ന് നൽകുന്ന ആ പോസിറ്റീവായ വൈബ്രേഷനാണ്. ഈ പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾ ടീംമേറ്റ്സിന് കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുന്നേ പോയ കോടീശ്വരന്മാരായ ഈ ഫീൽഡിലുള്ള ആൾക്കാർ അത് ചെയ്യുന്നുണ്ടാവും. അവരുടെ സ്റ്റാറ്റസ് ഒന്ന് എല്ലാ ദിവസവും പോയി നോക്കുക, അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി അവർ നോക്കുക, അവർ സോഷ്യൽ മീഡിയയിൽ ഇടപെടൽ നോക്കുക, അവരുടെ ഫേസ്ബുക്ക് നോക്കുക, വാട്സപ്പ് നോക്കുക, യൂട്യൂബ് നോക്കുക, അല്ലെങ്കിൽ അവരെ ബ്ലോഗുകൾ നോക്കുക, ഒക്കെ നോക്കുക. എല്ലായിടത്തും അവരുണ്ടാവും. അവരവരെ പേരും എഴുതിയിട്ട് കൂടെ ഉണ്ടാവും. നിങ്ങളോ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പൊ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള വൈബ്രേഷനുകൾ പോസിറ്റീവായി നിലനിർത്തുക. അതിന് സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള എല്ലാ മീഡിയകളും ഉപയോഗിക്കുക. അതിലൂടെ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ കസ്റ്റമറുമായിട്ടുള്ള നല്ല അനുഭവങ്ങളെ പങ്കുവെക്കുക. ഞാൻ ഇന്നൊരാളെ കണ്ടു, സുനിത എന്നൊരാളെ കണ്ടു. സുനിതയുടെ വിഷയം ഇതായിരുന്നു. സുനിതയ്ക്ക് ഞാൻ ഇന്നൊരു കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ സുനിതയ്ക്ക് വളരെ സന്തോഷമായി. അപ്പോൾ സുനിത സന്തോഷത്തോടെ താങ്ക് യു ചിച്ചി എന്ന് പറഞ്ഞു. ഇന്ന് എനിക്ക് സുനിതയെ സഹായിക്കാൻ സാധിച്ചു എന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്ന് മാത്രം എഴുതിയിടുക. നിങ്ങൾ പ്രൊഡക്റ്റിനെ പറ്റി ഒന്നും പറയരുത്, നിങ്ങൾ പ്രൊഡക്റ്റ് വിറ്റു എന്നൊന്നും പറയരുത്. അപ്പോൾ ആൾക്കാർ മനസ്സിലാക്കും, ഈ ആൾക്ക് എന്തോ നമ്മളെ സഹായിക്കാൻ പറ്റും, എൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ആ സാധനത്തെ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ വിളിച്ചു പറയുമ്പോൾ പതുക്കെ 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 അതിലോട്ട് ആൾക്കാർ വരുന്നത്. നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റ് ആ പ്രൊഡക്റ്റ് വിൽക്കരുത്, പതുക്കെ പതുക്കെ കൊണ്ടുവരണം. ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് ഞാൻ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമുക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് തെളിവുകൾ നിങ്ങളാക്കുക. ചെക്ക് കിട്ടി, നിങ്ങൾക്ക് ഇത്ര രൂപ വരുമാനം ഉണ്ടായി പറയുക, ഈ മാസത്തെ ഞാൻ ഇത്ര രൂപ, ഇത്ര പോയിന്റ്സുകൾ ഏൺ ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ട്രിപ്പ് ഞാൻ ചെയ്തു, പബ്ലിക്കായിട്ട് പറയാം. ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിന് പരിഹാരം കാണാൻ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതാർക്കാണ്? കമന്റ് ചെയ്തോളൂ. നിങ്ങളെ പറ്റി ആൾക്കാർ എന്ത് വിചാരിക്കും എന്നാണ് നിങ്ങളുടെ ഈ പോസ്റ്റ് ചെയ്യുന്നതിനൊക്കെ നിങ്ങളുടെ തടസ്സം ഉണ്ടാക്കുന്നത് എങ്കിൽ അതിന് പരിഹാരം കാണാൻ പറ്റുന്ന ഒരേ ഒരാൾ മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ. അവരെ പേര് താഴെ ഒന്ന് ടൈപ്പായി കമന്റ് രേഖപ്പെടുത്താം കേട്ടോ.
അപ്പൊ നിങ്ങളുടെ ടീം എങ്ങനെ വളരുന്നു എന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ടീമുമായിട്ടുള്ള കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുക, അവരുമായിട്ട് വെക്കുക, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഒരു പുതിയൊരു അസോസിയേറ്റ്സിനെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കമന്റ് ചെയ്യാം: ഇന്ന് ഞാൻ 2 കുടുംബങ്ങൾക്ക് കൂടി വരുമാനം നേടാൻ സഹായിച്ചു, ഇത് എന്നെ ഏറെ സന്തോഷമുണ്ടാക്കുന്നതാണ് എന്നുള്ള ഒരു പോസ്റ്റൊക്കെ, അതുപോലുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയ ആൾക്കാർക്ക്, അപ്പൊ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവും. ഒരു തത്വത്തിലുള്ള ഒരു പരിപാടി. ഇവിടെ ഒരു ചോദ്യം കൂടി ചോദിച്ചു ഞാൻ ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസിറ്റീവ് എനർജി പങ്കിടാൻ എന്തെങ്കിലും പ്രത്യേക വിദ്യകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതൊന്ന് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. നിങ്ങളുടെ ഇന്ന മെത്തേഡാണ് സാർ ഞാൻ സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും ചെയ്യുന്നത് എന്ന്. 4-മത്തെ കാര്യം എന്ന് പറയുന്നത് ദിനചര്യയിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തുക എന്നാണ്. ആക്ടിവിറ്റീസ് ഡെയിലി റുട്ടീൻസ്, അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസ് എന്ന് പറയും. അല്ല, ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് അത് കൃത്യമായി മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് 2 കാര്യങ്ങൾ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ദിവസവും ഒരു കുറവും ഇല്ലാതെ ചെയ്യണം. ഒരു കാര്യവും ചെയ്യാതെ ചെയ്യണം എന്നുള്ളതാണ്. ദിവസവും 2 കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ സഹായകരമായിരിക്കും. ഒന്ന് മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ, സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്ന 3 കാര്യങ്ങൾ കൃത്യമായി എല്ലാ ദിവസവും ചെയ്യണം എന്നുള്ളതാണ്. എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ള വിഷ്വലൈസേഷൻ ചെയ്യണം, എങ്ങനെ വേണം എന്നുള്ളത് വേണം. അതുപോലെ തന്നെ ഓരോന്നിനും നന്ദി, ഞാൻ നല്ല ടീമിനെ മെമ്പേഴ്സിനെ എന്നോടൊപ്പം ചേർത്ത് കഴിഞ്ഞത് നന്ദി എന്നുള്ള സ്ക്രിപ്റ്റിംഗ് നിങ്ങൾ എഴുതണം. ഈ ആഴ്ച എൻ്റെ വരുമാനം ഇരട്ടിച്ചു എന്ന് പോലുള്ള അഫർമേഷൻസ് എഴുതണം. നമ്മുടെ അഫർമേഷൻസ് മാത്രമായിട്ടൊരു പുസ്തകമുണ്ട്, ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ അത് വാങ്ങിച്ചാൽ അതിൽ കുറേ 108 അഫർമേഷൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുസ്തകത്തിന് വേണമെങ്കിൽ താഴെ നിങ്ങൾ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുസ്തകം കിട്ടും. അതിൽ ഇത്തരം അഫർമേഷൻസ് ഒരുപാടുണ്ട്, ബിസിനസിന്റെ പരമായിട്ടുള്ള അഫർമേഷൻ. അത് നോക്കുക എന്നുള്ള ഈ ദിനചര്യ ഇങ്ങനെ കൃത്യമായിട്ട് എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യുക, മനസ്സിനെ ശാന്തമാക്കി വെക്കുക, ആഗ്രഹങ്ങളെ വ്യക്തത വരുത്തുക എന്നുള്ളതൊക്കെയാണ് പറയാൻ. 5-മത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓൾറെഡി ഹാപ്പൻഡ് മൂഡിലായിരിക്കണം നിങ്ങളുടെ ഓരോ സംസാരവും. നിങ്ങളുടെ ഭാഷ മാറ്റുക എന്ന് പറയുന്നു. അതായത് നിങ്ങൾക്ക് ഇത് സംഭവിച്ച രീതിയിലായിരിക്കണം നിങ്ങൾ എല്ലാ സംസാരവും. നിങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം വരുത്താതെ പോലും നിങ്ങൾ എപ്പോഴും അത് സംഭവിച്ച പോലെ നിങ്ങൾ സംസാരിക്കണം. ഈ ആഴ്ച ഞാൻ ആളുകളെ ടീമിൽ ചേർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് തികച്ചും തെറ്റാണ്. അങ്ങനെ ഒരിക്കലും പറയരുത്. ഈ ആഴ്ച ഞാൻ എൻ്റെ ടീമിന് അനുയോജ്യമായ ആൾക്കാരെ ആകർഷിക്കുന്നു എന്ന രീതിയിലുള്ള സംസാരമായിരിക്കും സംസാരിക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ ഊർജം പുറത്തു വരുന്നു. അത് പോസിറ്റീവ് ആണെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് മനസ്സിലാക്കുക. ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഡെയിലി റൊട്ടീൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ ചെറിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്മ്യൂണിറ്റി ഭാഗമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതുപോലെ കോഴ്സുകൾ ഇപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇത് മുഴുവൻ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അഡ്മിനുമായി ബന്ധപ്പെട്ടാൽ അതുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ പോസിറ്റീവായി നിലനിർത്താനുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 60 ഡേയ്സിന്റെ ഒരു കമ്മ്യൂണിറ്റി ഈ ആഴ്ച ലോഞ്ച് ആവുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതാണ്. ഡെയിലി എൻ്റെ ടിപ്പുകൾ അതിനകത്ത് ഉണ്ടാവും. ഞാൻ അതിനെപ്പറ്റി എങ്ങനെ ചെയ്യുന്നത്, ഓരോ പ്രൊഡക്റ്റിനനുസരിച്ച് നിങ്ങളെ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്ന ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം, 60 ഡേയ്സ് മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. വളരെ ചെറിയൊരു എമൗണ്ട് മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്ന. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ വളരെ ചെറിയൊരു ടിപ്പ് മാത്രമാണ് പറഞ്ഞത്, പക്ഷേ വളരെ ഫലപ്രദമായ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ടിപ്പാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പ്രൊഫഷണലെ അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ടീം ലീഡറെ നിങ്ങളുടെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ പോസിറ്റീവ് എനർജി നിങ്ങളെ ആകർഷിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സാധ്യമാകുമെന്ന് മാത്രം 100% കൺഫേം ആയി നിങ്ങളോട് പറയുന്നു. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക. യെസ്, ഐ ആം ഓൾ റെഡി ടു അട്രാക്ട് സക്സസ് എന്നാണ് നിങ്ങൾ കമന്റ് ചെയ്യേണ്ടത്. ഒന്നുകൂടി പറയാം, കമന്റ് നിങ്ങൾ ഏർപ്പെടുത്തേണ്ടത് അതുകൊണ്ട് യെസ്, ഐ ആം റെഡി ടു അട്രാക്ട് സക്സസ് എന്ന് താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക്. എല്ലാ ദിവസവും ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇത് കുറേ വിഷയങ്ങൾ, ഇത് മാത്രമല്ല വ്യത്യസ്തമായ ബിസിനസ്സുമായിട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് ഏതാണ് എന്ന് കൂടി താഴെ കമന്റിൽ ഒന്ന് അറിയിക്കുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇതുപോലുള്ള ഫ്രീ സെഷൻസ് നിങ്ങൾക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്ന രീതിയിൽ നിങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമുക്ക് പുതിയൊരു സെയിൽസ് ഐഡിയയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ.